പലഹാരമൊന്നും ഉണ്ടാക്കൂലേ? പഴംപൊരിയും നല്ല ഇടത്തോട്ട് തിരിച്ചിട്ടിരിക്കുന്ന തൂശനില പാത്രത്തിനകത്ത് നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് ചായയും ആവി പറക്കുന്ന ചായയും ദസീമാസ് വെഡിങ് കളക്ഷൻസ് തൊടുപുഴ കൊല്ലം. എപ്പോഴും പാച്ചോറാ വേറെ അരി വേവാതെയാ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിവിടെ നല്ല ചൂടാണ് കേട്ടോ. ചൂടെന്ന് വെച്ചാൽ അന്യായ ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞാനാണെങ്കിൽ 2 മാസത്തെ അവധി എടുത്ത് വീട്ടിലിരിക്കുകയും ചെയ്തു. ഇരുന്നിപ്പം ബോറടിച്ചും തുടങ്ങിയ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 2 മാസത്തേക്ക് ഇരുന്നതാണ്. ആൻസൂട്ടറിന് ഒരു കമ്പനി ആയിക്കോട്ടെ, ആൻസൂട്ടൻ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആൻസൂട്ടനെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ എന്ന്. ഇതിപ്പോൾ അവനെ ശ്രദ്ധിച്ച് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അത് മാത്രമല്ല, എന്നും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ എഴുന്നേൽക്കുമായിരുന്നു, എല്ലാം ഉണ്ടാക്കി 7:30 മുമ്പേ എല്ലാം തന്നെ പണിയും തീർത്തിട്ട് 8:30 ഞാൻ പോകുമായിരുന്നു. ഇതിപ്പം വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ എഴുന്നേൽക്കാനും അങ്ങ് മടിയായി. പിന്നെ എങ്ങും പോണില്ലല്ലോ, പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കണ്ടല്ലോ, ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ അങ്ങ് ഇരുന്നു. അതുകൊണ്ട് ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നു. ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഉച്ച ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കി തീരുന്നു. അന്നത്തേക്ക് ഒരു ദിവസത്തിൻ്റെ പകുതിയും തീരുകയും ചെയ്യും. പിന്നെ ആൻസിനെ നോക്കാനായിട്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന ആൻസ് ഇപ്പം കോഴി ഫാമിനകത്താണ് കേട്ടോ. അവിടെ താറാവിനെ വെള്ളത്തിൽ മുക്കി അതിൽ കളിച്ച് നടക്കുന്നുണ്ട്. അപ്പം എവനെ നോക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കാനും പറ്റത്തില്ല. അപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ റെസ്റ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ റെസ്റ്റ് ഇൻ പീസ് ആകുമെന്നായിരുന്നു. പക്ഷെ റെസ്റ്റ് എടുത്തപ്പോഴാണ് റെസ്റ്റ് ഇൻ പീസ് ആകുമോ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ. ആൻസൂട്ടനാണെങ്കിൽ ഇത്ര 3 ദിവസത്തേക്ക് വിശ്വാസോത്സവമായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഫുൾ ടൈം വീട്ടിലുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവനെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കണം. വെയിലും ചൂടൊന്നും ചുറ്റി സഹിക്കാൻ പറ്റത്തില്ല. അത് ഒരു വഴിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ചേട്ടനാണെങ്കിൽ പറമ്പിലും കാര്യങ്ങളൊക്കെ പോയേക്കുവാണ്. ഇനിയിപ്പം ഞാൻ രാവിലത്തേക്കുള്ള ചോറ് വെച്ചു, കറി രസം ഇരിക്കുന്നുണ്ട്, മാമ്പഴക്കറിയില്ലാത്ത ഏത്തപ്പഴം കറി വെച്ചത് പിന്നെ എന്തുവാ ചെറുപയർ തോരൻ വെച്ചത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ബീഫ് കറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തരം കറികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ചെറുപയർ മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പം ഉണ്ടാക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുക്കിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ഏത്തപ്പഴം ഇരുന്ന് പഴുത്ത് പോകാറായിട്ടുണ്ട്. അപ്പം പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചുമ്മാ തിന്നുകൊണ്ടിരിക്കാമല്ലോ, എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും തിന്നണം. ഞാനടുത്ത് വീട്ടിലിരിക്കുമ്പോഴെങ്കിലും വെറുതെ ഇരുന്നൊന്ന് വണ്ണം കുറയ്ക്കാൻ നിർദ്ദേശിച്ചു. വെറുതെ ഇരുന്നാൽ വണ്ണം കൂടുമോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. പക്ഷെ വീട്ടിലിരുന്നപ്പോൾ കുറച്ചൊക്കെ മെലിഞ്ഞിട്ടും ഉണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആൻസൂട്ടനാണെങ്കിൽ അവിടെ ചെളിയൊക്കെ കോരിക്കളയുവാണ്. ആ ടാങ്ക് നിറച്ച്, താറാവിന് ഇടുന്ന ടാങ്ക് നിറച്ച് ഇതായിരുന്നു, പായലാന്നാ പറഞ്ഞത്. ചെളി കോരിക്കളയുക. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വന്നാലോ. 2 പേരിരുന്ന് കിന്നാരം പറയുന്നത് കണ്ടോ. മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോഴാണ് ഇവരുടെ കിന്നാരം പറച്ചിൽ കാണുന്നത്. കോഴിക്കുഞ്ഞ് ബാസ്ക്യൂവിൻ്റെ അടുത്ത് വന്ന് നോക്കിയിരിക്കുക. ബാസ്ക്യൂവിനാണെങ്കിൽ കണ്ട ഭാവമില്ല. ഒരാളല്ല, ബാക്കി 2 പേര് ഇതെവിടെ ഉണ്ട്, ഒരാളെ കണ്ടില്ലല്ലോ. അപ്പം എന്താണേലും അതങ്ങനെ. ഒരാൾ ഈ സൈഡ് പറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. ആളെ ഞാൻ കണ്ടില്ലായിരുന്നു. ആൾ ഈ സൈഡും പറ്റി കിടക്കുന്നുണ്ട്. നല്ല വെയിലാണേ, ഒരു രക്ഷയും ഇല്ലാത്ത വെയിലാണ്. എടാ ഇങ്ങനെ തുറന്നിടല്ലേടാ, കോഴികൾ ഇറങ്ങി പോകില്ലേ. എന്നാ ചേട്ടാ ഈ പണിയെടുക്കുവാണോ? ഇവൻ പിന്നെ വെറുതെ ഇരിക്കത്തില്ല, അതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. ഏത് വെള്ളം? ഒരു കള അല്ലാണ്ട് പറ്റത്തില്ലല്ലോ. അവിടെ ഒഴിക്കില്ല.
അവിടെ ഒഴിക്കല്ലേ, ആ മണ്ണെല്ലാം കൂടെ ഇങ്ങോട്ട് തന്നെ പോരും. ആ താഴേക്ക് ആ ആ വന്ന് ചാടിയോ? എവിടെ കേറിയിരിക്കും? ആ ഉണങ്ങാൻ പോയിരിക്കുവാണോ? നിന്നെ ഉന്തി വിട്ടോ? ഇവൻ ചന്തി കുളത്തിനകത്തേക്ക് വീണെന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ പിന്നെ ചുറ്റും വലയിട്ടേക്കണോണ്ട് വേറെ ഇഴജന്തുക്കളൊന്നും കയറത്തില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒട്ടും ഗ്യാപ്പില്ല. നമ്മൾ മൊത്തം കംപ്ലീറ്റ് വലയിട്ട് അടിയിൽ നിന്നൊന്നും തുറന്ന് കയറത്തൊന്നുമില്ല. ടാങ്കിന്റെ ആ ആണോ? എടാ അപ്പം നീ ഇത് കോരുവാണോ? ആ ഞാനിച്ചിരി പഴംപൊരി ഉണ്ടാക്കാൻ തിന്നുവോ? എന്നാൽ ഞാൻ പോയി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ കലക്കി വെച്ച് ഞാൻ പിന്നെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അതല്ല, അത് ബെൽറ്റേന്ന് പോയി. അപ്പം അത് കഴിഞ്ഞപ്പം നമ്മൾ ബാസ്ക്യൂവിനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. തോട്ടിലൊക്കെ ഒന്ന് ചാടി നീന്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നീ ഇറങ്ങണില്ലേടാ? അവൻ പിന്നെ വെള്ളം അലർജിയാണല്ലോ. അപ്പോൾ നമ്മുടെ ബാസ്ക്യുമോനെ കുളിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാസ്ക്യുമോനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് പോയിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തിന്നാം. നമ്മുടെ തോടാണ് കേട്ടോ. അതാ നമ്മുടെ പാലം. ഈ പാലമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ട് നമ്മളിവിടെ വന്ന് വ്ളോഗൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ള പാലമാണ്. മുടിയൊക്കെ അതെ ഉണങ്ങി തുടങ്ങി. ശരിക്കും വിട്ട് ഉണങ്ങിയില്ലായിരുന്നു. ചേട്ടൻ പുല്ല് വെട്ടാനൊക്കെ വന്നെ ഇവിടെയാണ്. ആടിന് പുല്ല് വെട്ടാൻ വരുന്നതൊക്കെ ഈ പറമ്പിൽ വരാറുണ്ട്. അതുപോലെ അവിടെ വന്ന് പുല്ല് വെട്ടാറുണ്ട്. അങ്ങനെ കളങ്കമായ മുഖത്തേക്ക് എല്ലാവരും നോക്ക്. എൻ്റെ മാക്കു നീന്തി കുളിക്കുന്നതാണ്. നമ്മളൊരു കുളിസീൻ കാണുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം എൻ്റെ മാക്കുവിൻ്റെ നിഷ്കളങ്കമായ മുഖം നിങ്ങൾ കാണുന്നില്ലയോ? അടുത്ത് പാവം. എൻ്റെ പൊന്നോ കുഞ്ഞുമാക്കു, കുച്ചാടാ കുച്ചാ. എൻ്റെ കര കയറിയിട്ട് ഒരു കുടയലുണ്ട്. ഓ കുഞ്ഞുമാക്കുവിനെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചാവാലി മട്ടി പോലെയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴങ്ങളൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. എണ്ണ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് പഴം ഇടാം. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഈ ഒരു ബാറ്ററിലാണ് നമ്മൾ മാവ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു അല്പം മാവ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എണ്ണ ചൂടാകുമ്പോൾ മാവ് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മാവൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പഴമൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് എണ്ണയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പൊരിക്കാൻ മാത്രമുള്ള എണ്ണയൊന്നും എടുത്തിട്ടില്ല. പഴംപൊരി നന്നായിട്ട് വെന്തെന്നറിയാനായിട്ട് ഈ ഒരു എണ്ണയുടെ തുള്ളിക്കളിക്കലൊക്കെ പതുക്കെ നിൽക്കും. അപ്പോഴാണ് ഉള്ളിലെ മാവും പഴവും എല്ലാം കൂടി വെന്തു എന്ന് മനസ്സിലാവുന്നത്. ഞാൻ വളരെ സൂക്ഷിച്ചെടുത്തെങ്കിൽ വക്കത്തൊരെണ്ണം ചാടി. അങ്ങനെയൊന്നും ചാടിക്കരുതെന്നൊക്കെ വിചാരിച്ചതാണ്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ പഴംപൊരി ആയിട്ടിരുന്നാൽ പിന്നെ ചാടാതെ ഇരിക്കുമോ അല്ലേ?
നമ്മുടെ ആദ്യത്തെ പഴംപൊരി എടുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഞാൻ കാണാൻ നല്ല പാത്രത്തിലേക്കൊക്കെ എടുത്തെങ്കിലും ഇതിൽ എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വലിഞ്ഞോട്ടെ എന്ന് ഓർത്തേ. പക്ഷേ ഇതിൽ കാര്യമായിട്ട് ഉള്ള എണ്ണയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ കറക്റ്റ് ബാറ്ററിൽ ഉണ്ടാക്കണമെങ്കിൽ എണ്ണയൊന്നും അങ്ങനെ കൂടുതൽ പിടിക്കത്തില്ല. അതുപോലെ വളരെ തീരെ കുറച്ചാണ് വെക്കുന്നതെങ്കിൽ എണ്ണ എല്ലാം ഇതിനകത്തേക്ക് പിടിക്കും. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ എണ്ണ പിടിക്കത്തില്ല. തീ വളരെ കൂടുതലായിട്ട് കൂട്ടിയിടുവാണെങ്കിൽ, ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പഴംപൊരിയുടെ ഉള്ളു വേവത്തും ഇല്ല, ഈ പുറമേ ഉള്ളതെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഞാൻ എടുക്കാനും ആൻസൂട്ടറിന് വീഡിയോ പിടിക്കാൻ വേണ്ടി വിളിച്ച സമയം കൊണ്ട് ഈ ഒരു പഴംപൊരിക്ക് ഈ ഒരു കളറ് വന്നു. അപ്പോൾ എന്താണേലും ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കോരിയെടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നു. പണിത ചേട്ടന് പൈസ കൊടുക്കാൻ വേണ്ടി എടുത്തു തരാൻ പറഞ്ഞു. അപ്പം ഞാനത് എടുക്കാനും പോയി. അതാണ് ഇങ്ങനെ പറ്റിയത് ഗൈസ്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ പിന്നിലേക്ക് നോക്കൂ, ഒരു പാത്രം നിറയെ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ട് കട്ടനൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവാണ് കേട്ടോ. മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു മഴയും വരുന്നുണ്ട്. ആ മഴയും കൂടെ പെയ്യുവാണെങ്കിൽ കട്ടനും കുടിച്ച് പഴംപൊരിയൊക്കെ തിന്ന് മഴയൊക്കെ ആസ്വദിച്ചിരിക്കായിരുന്നു. പക്ഷേ ഇടി വെട്ടിയിട്ടുണ്ടെങ്കിൽ കട്ടൻ കുടിയും നടക്കില്ല, മഴ ആസ്വദിക്കലും നടക്കത്തില്ല, പഴംപൊരി കഴിക്കലും നടക്കത്തില്ല. കാരണം എനിക്ക് ഇടി പേടിയാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നമ്മുടെ പഴംപൊരിയൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ പഴംപൊരിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ. പഴംപൊരിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ പഴമായിരുന്നു. അപ്പം നമുക്ക് പഴം നൽകിയത് തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ്. ജിസ് എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഈസ്റ്ററിന് മുൻപായിട്ട്, അതായത് പെസഹ ബുധനാഴ്ച, കറക്റ്റ് പറയുകയാണെങ്കിൽ പെസഹ ബുധനാഴ്ച കുറേ വാഴയ്ക്ക തന്നതാണ്. പച്ചയായിരുന്നു, പഴുക്കാറായതായിരുന്നു, പഴുത്ത് തുടങ്ങിയതേ ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ നമ്മൾ ചേച്ചി വന്നപ്പോൾ കൊടുത്തു വിട്ടു മുളരിങ്ങാടിന്. ബാക്കി ഉണ്ടായിരുന്നത് ഇരുന്ന് പഴുത്തതാണ്. അപ്പം അതിന് ഞാനിതാ പഴംപൊരി ഉണ്ടാക്കി. ചെറിയ പഴംപൊരിയാണ്. ചേട്ടൻ ഇപ്പം തന്നെ 2-3 ആക്കിയിട്ടുണ്ട്. അപ്പം ചായയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പഴംപൊരിയും ചായയും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കഴിക്കലും കുടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേഗം വേഗം വരുന്നവർക്കൊക്കെ കട്ടനുണ്ട്, അല്ലാത്തവർക്കൊന്നും കട്ടൻ തരൂല. കട്ടൻ തീർന്നാൽ പിന്നെ കിട്ടൂല കേട്ടോ, കിട്ടൂല. വേഗം വേഗം വന്നാലേ കട്ടനൊക്കെ കിട്ടുള്ളൂ. അമ്മച്ചി പ്രത്യേക ക്ലാസ്സിലൊക്കെ അല്ലേ കുടിക്കുള്ളൂ. അമ്മച്ചിക്ക് സ്പെഷ്യലായിട്ട് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ ചൂട് പഴംപൊരിയും നല്ല ഇടത്തോട്ട് തിരിച്ചിട്ടിരിക്കുന്ന തൂശനില പാത്രത്തിനകത്ത് നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് ചായയും, ആവി പറക്കുന്ന ചായയും. ദസീമാസ് വെഡിങ് കളക്ഷൻസ്, തൊടുപുഴ, കൊല്ലം. എപ്പോഴും പരസ്യമാണ്. അവർ കപ്പ് തന്നതുകൊണ്ട് അവര് പ്രമോഷൻ കൊടുത്തവര് പോലെ ഇത്രയേറെ പ്രമോഷൻ ചെയ്തിട്ടുണ്ടാവില്ല. എന്റെ ടേബിളിൽ ആവശ്യമില്ലാതെ കുപ്പികളൊക്കെ കേറി നിരങ്ങി തുടങ്ങിയില്ലോ. ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു കെട്ട് നോട്ടീസും ഉണ്ട്. ഇതാണ് അമ്മച്ചിയുടെ ഗ്ലാസ്. മുറ്റവിടെ പോവാ. ചായ കൈ പിടിക്കും. ഇവിടെ എങ്ങാനും കസേര ഇട്ടിരിക്കാനുള്ള. അമ്മച്ചി ഇങ്ങനെയൊക്കെയാണ്. അമ്മച്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് പഴംപൊരി കഴിച്ചത് എവിടുന്നാ? എനിക്കറിയാൻ പാടില്ല.
എന്നാലും അമ്മച്ചി പഴംപൊരി കഴിച്ച ഒരു ഓർമ്മ എവിടെന്നെങ്കിലും ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടോ? കൊച്ചായിരുന്നപ്പോ തിന്നിട്ടുണ്ടോ? വീട്ടിലുണ്ടാക്കിയതാ? അമ്മച്ചിയുടെ ചെറുപ്പത്തിൽ ചായക്കടയിലൊക്കെ പഴംപൊരി ഉണ്ടായിരുന്നോ? അമ്മച്ചിയുടെ അപ്പം വാങ്ങിച്ചോണ്ട് വരുമായിരുന്നോ? പലഹാരമൊക്കെ വാങ്ങോ? ഒത്തിരി വാങ്ങണ്ട എല്ലാ മക്കൾക്കും, 7 മക്കൾക്കും. അതിനാ എല്ലാ പിള്ളേരും ഇല്ല വീട്ടില്? അമ്മച്ചിയുടെ വീട്ടിൽ ചെറുപ്പത്തിൽ പലഹാരമൊക്കെ ഉണ്ടാക്കുമായിരുന്നോ? ഏ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുവോ? പിന്നെ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ? ഇന്നലെ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ? പലഹാരം ഒന്നും ഉണ്ടാക്കൂലേ? ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കുമാണോ? എന്ത് പലഹാരം? ആ, അമ്മച്ചിയുടെ വീട്ടിലൊക്കെ അപ്പമൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. ചക്കക്കുരു വറുത്തിട്ട് തേങ്ങ ശർക്കരയോ ആ, എന്നിട്ട് ഉരലിലിട്ട് ഇടിക്കും. ആ, കുഴച്ച് തരും. പിന്നെ അന്നത്തെ വേറെ അക്കാരൊന്നും വേണ്ട. ഉണ്ട്, അക്കാരം ഉണ്ട്, ഇല്ലാന്നല്ല, നമ്മൾ ഒത്തിരി കഴിക്കില്ല. പണ്ടത്തെ ശർക്കരയുടെ രുചിയൊന്നും ഇപ്പോഴത്തെ ശർക്കരക്ക് ഇല്ല. കാച്ചിലോ ചേമ്പോ ചേനയോ പുഴുങ്ങ ചക്ക. ഇതൊക്കെ വൈകുന്നേരമാണ് ഉണ്ടാക്കണേ? 4 മണിക്ക് ഒരു 3 സ്കൂൾ വിട്ട് വരുമ്പോ. രാവിലെ കപ്പ പുഴുങ്ങും, മീനും. അല്ല ഇറച്ചിയാ? മീനാ കൂടുതൽ. ഇറച്ചി ആഴ്ച ശനിയാഴ്ച ഞാൻ അരി പോയി. ഇനി ശർക്കരക്കഞ്ഞി ഉണ്ടോ? ആ, ചോറാണോ? ഈ അരിക്കകത്തേക്ക് വേവിച്ചിട്ട് ശർക്കരയും തേങ്ങ മുറിച്ചെടുക്കുവോ? കഷണായിട്ട് കട്ട് ചെയ്താ അപ്പൊ ഒരേ തവി കിട്ടും. അതല്ലേ പാച്ചോറ്? ഏ, പാച്ചോറാ? വേറെ അരി വേവാതെയാ? അരി വേറെ അരിയാണോ? ആ, ചക്കരക്കഞ്ഞി ഉണ്ടാക്കണേ? തമച്ചി ഇതൊന്നും എനിക്കുണ്ടാക്കി തന്നിട്ടില്ലല്ലോ ചെറുപ്പത്തില്. എന്റെ വീട്ടിൽ 4 നേരം ചോറായിരുന്നു. രാവിലെ ചോറ്, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം സ്കൂള് വിട്ട് വരുമ്പോഴും ചോറ്, രാത്രിയും ചോറ്. ചിലപ്പോ കപ്പ പുഴുങ്ങും, പിന്നെ ചക്കയും പുഴുങ്ങും, പിന്നെ കാച്ചിലും ചേമ്പും പുഴുങ്ങും. പലഹാര ദോശ, ഇഡലി ഒന്നുമില്ല. വല്ലപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കി തരും, പുട്ട് പുഴുങ്ങി തരും.
ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരും. അപ്പം ഉണ്ടാക്കും. അപ്പം ഉണ്ടാക്കിയൊന്നുമല്ല, അമ്മച്ചിക്ക് അപ്പം ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടായിരുന്നു. അപ്പം ഉണ്ടാക്കൂല, പുട്ടുണ്ടാക്കി തരും. പുട്ടുണ്ടാക്കും. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇല്ലിക്കൂമ്പ വീട്ടില് പുട്ടുകൊമ്പാണ്. അത്ര തുണി ഇട്ടിട്ട് നമുക്ക് അപ്പൊ ചില്ലെന്നാ ചില്ല് വെക്കണെന്നാ മരം കൊണ്ടുണ്ടാക്കും. കുറച്ച് ആശാനുണ്ടോ എപ്പോഴും അത് വാങ്ങാനൊക്കെ കിട്ടും. ചില്ലിയുടെ മുകളില് ചിരട്ട വെച്ച അടയ്ക്കണം. അവിടെ അടക്കലൊന്നുമില്ല. അരി പൊടി ഇടിക്കുകയല്ലേ, പൊടിക്കുക. ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ അതിന്റെ പേയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ ഈവനിങ് സ്നാക്സ് വീഡിയോ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. Signing off, Bindos Dreams. Bye.